കർത്താവ് അയക്കുന്നിടത്തെ പോകാവൂ. പോയാലും ദൈവം കൽപ്പിക്കുന്നത് മാത്രമേ പറയാവൂ. അപ്പോൾ അയക്കാത്തടത്ത് പോയി കർത്താവ് പറയാത്ത കാര്യങ്ങൾ പറയുന്നത് അത് കർത്താവിന് ഇഷ്ടമുള്ള കാര്യമല്ല. മറ്റുള്ളവർക്ക് അത് ഗുണകരമായി തീരുകയുമില്ല. കർത്താവ് അയക്കുന്നവരുടെ അടുക്കൽ കർത്താവ് പറയുന്ന കാര്യങ്ങൾ പറയുന്നവർ അവരുടെ വായെത്തൊട്ട് ദൈവം തന്നെ അവരുടെ വായിൽ വചനങ്ങളെ കൊടുക്കും. ആ വചനങ്ങൾ ചെയ്യേണ്ട ക്രിയകൾ വചനം ചെയ്യും. എന്നും ഉണർവ് വരുത്തുന്നതും ദൈവസാന്നിധ്യം കൊണ്ടുവരുന്നതും ദൈവത്തിൻ്റെ അഭിഷേകം കൊണ്ടുവരുന്നതും ദൈവകൃപ വ്യാപരിക്കുന്നതും ഒക്കെ ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. അപ്പോൾ ദൈവം തരുന്ന വചനങ്ങൾ അതുപോലെ പറഞ്ഞാൽ മതി, അത് പ്രസംഗിച്ചാൽ മതി, അതുപോലെ ഉപദേശിച്ചാൽ മതി. വചനം ചെയ്യേണ്ട കാര്യങ്ങൾ വചനം ചെയ്യും. വചനം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനോട് അനുകൂലപ്പെടുന്നവർക്ക് അവിടെ മാനസാന്തരവും പാപമോചനവും ഒക്കെ നടക്കും. അല്ലാത്തവർക്ക് അത് ശിക്ഷാവിധിക്ക് കാരണമായി തീരുകയും ചെയ്യും. ദൈവത്തിൻ്റെ വചനത്തിൽ അതിനകത്തുള്ള മർമ്മങ്ങൾ, അതിനകത്തുള്ള ദൂതുകൾ, അതിനകത്തുള്ള ആലോചനകൾ, നിയമത്തിൻ്റെ വശങ്ങൾ കേൾക്കുമ്പോൾ പ്രതികരണം വ്യത്യസ്ത രീതിയിലായിരിക്കും. പലരും പ്രതികരിക്കുന്നത് പല രീതികളിലായിരിക്കും. പക്ഷേ ദൂത് പറയുന്ന വ്യക്തി, പ്രവചനം പറയുന്ന വ്യക്തി, പ്രവാചകൻ, കർത്തൃദാസൻ, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവർ അത് നോക്കേണ്ട കാര്യമില്ല. ജനം പല വിധത്തിൽ പ്രതികരിക്കും. അപ്പോൾ തന്നെ മനഃപൂർവ്വമായി സ്വയംകൃതമായി ജനത്തോട് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയാതെ ദൈവത്തിൻ്റെ അരുളപ്പാടിൻ പ്രകാരം പറഞ്ഞാൽ പ്രവാചകന് നേരെ ഏത് രീതിയിലുള്ള പ്രതികരണം വന്നാലും പ്രവാചകന് പിടിച്ചു നിൽക്കുവാനുള്ള കൃപ ദൈവം കൊടുക്കും. അത് മാറ്റമില്ലാത്ത സത്യമാണ്.